എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി നഗരസഭയിലെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ. ആ ബസ് സ്റ്റാൻഡിൻ്റെ പിറകു വശത്ത് പറക്കാട്ട് ലോഡ്ജുണ്ട്. അതിൻ്റെ മുന്നിലൂടെ ഒരു വഴി പോകുന്നുണ്ട്. ആ വഴിയിൽ രണ്ട് കുട്ടികൾ അവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ സൈക്കിൾ ചവിട്ടി റോഡിലൂടെ വരായിരുന്നു. റോഡിലൂടെ വരുന്ന സമയത്താണ് ഒരു വലിയ തെങ്ങ് കടപുഴകി ആ കുട്ടികളുടെ സൈക്കിൾ മേലേക്ക് വീഴുന്നത്. ആ കുട്ടികൾക്ക് ചെറുതായിട്ട് അപകടം പറ്റി. ഒരു കുട്ടിക്ക് ചെവിക്ക് ചെറിയ മുറിവാണ് സംഭവിച്ചുള്ളത്. കഴുത്തിനും ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടുപേരെയും സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിൽ ഒരാൾ നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ സാറിൻ്റെ മകളുണ്ട്, അന്ന. മറ്റൊരു കുട്ടിയുടെ പേര് ഐറിൻ എന്നാണ്. രണ്ടുപേർക്കും വലിയ ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. ഭാഗ്യം കൊണ്ടാണ് ഈ കുട്ടികൾ ഇവിടെ രക്ഷപ്പെട്ടത്. നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റാൻ പറയുമ്പോൾ ഈ ഉടമകൾക്കൊക്കെ വലിയ സംഭവമാണത്. അപ്പോൾ ആ തെങ്ങിൻ്റെ വീണത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആ തെങ്ങിൻ്റെ കടഭാഗം കണ്ടു നോക്കും. ഞാൻ വേറെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതുപോലെ തന്നെ അപകടകരമായ മറ്റൊരു സംഭവമാണ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മതിൽ, പിറകുവശത്ത് നിൽക്കുന്ന മതിൽ നിൽക്കുന്നത്. ആ മതിൽ വീഴാറായിട്ടാണ് നിൽക്കുന്നത്. ഇതിലൂടെ എന്തുമാതിരി ആളുകൾ പോകുന്നതാണ്, കുട്ടികളടക്കം. ഇനി ആ കുട്ടികളുടെ ദേഹത്തേക്ക് ഈ മതിൽ വീണിട്ടാണോ ഇത് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്? KSRTC അധികൃതരോട് ഇത് ശ്രദ്ധയപ്പെടുത്തിയിട്ട് എത്ര നാളുകളായി? ഇവിടുത്തെ ഈ റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ എത്രയോ പരാതികൾ അയച്ചിരിക്കുന്നു. നഗരസഭയുടെ ശ്രദ്ധയപ്പെടുത്തിയിരിക്കുന്നു. ഈ മതിലിന് യാതൊരുവിധ ഇടപെടലും ചെയ്യാതെ ഈ മതിൽ ഇപ്പോഴും ചാഞ്ഞു നിൽക്കുകയാണ്. ഇതിലൂടെ പോകുന്ന ആളുകളുടെ ദേഹത്തേക്ക് ഇത് വീഴാൻ സാധ്യതയുണ്ട്. മന്ത്രി ഗണേഷ് കുമാർ ഇത് വലിയ പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ KSRTC ചാലക്കുടി സ്റ്റാൻഡിൻ്റെ മതിൽ, പിറകുവശത്ത് നിൽക്കുന്ന മതിൽ അപകടകരമായ രീതിയിലാണ് നിൽക്കുന്നത്. അത് വീണ് ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ആ തെങ്ങ് കടവഴിയാ കുട്ടികൾ മേത്തേക്ക് വീണു. ആ കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടത്തിൽ പെടേണ്ടതായിരുന്നു. വലിയ രീതിയിൽ ഗുരുതരമായ പരിക്കുകളോ മറ്റ് ദുരന്തങ്ങളോ ഉണ്ടാകേണ്ട അവസ്ഥയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ്, ആരുടെയും പ്രാർത്ഥന, ആ കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും രണ്ട് കുട്ടികൾക്ക് വലിയ ഗുരുതരമായ പരിക്കുകളില്ല. സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലാണ്. ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഇത് എല്ലാവർക്കും ഒരു അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ തെങ്ങ് വീഴുന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ തെങ്ങിൻ്റെ അവസ്ഥ അതീവ ശോചനീയമാണ്. ഇതുപോലെ നമ്മുടെ പൊതു റോഡുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ മതിലുകളോ തെങ്ങുകളോ മരങ്ങളൊക്കെ വീഴാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അധികൃതർ ഇടപെടുക, അല്ലെങ്കിൽ ദുരന്തമായിരിക്കും ഫലം. ഇവിടെ ഈ പറക്കാട്ട് ലോഡ്ജിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള ഈ വഴിയിലാണ് ഇപ്പോൾ ഈ മതിൽ അപകടമായിട്ട് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് കുട്ടികൾക്ക് അപകടം സംഭവിച്ചത് അവിടെ തന്നെയാണ്. നന്ദി, നമസ്കാരം.